എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം HSCയുടെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളുടെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഷോർട്ട് ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ വരാനുണ്ട്. HSCയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഏകദേശം ഏത് മാസമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും വാർത്തകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂവിലെ മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ്, അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് നമ്മുടെ വളരെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ HSC ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് മാക്സിമം ടോപ്പിക്സ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയില്ല. അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്ലാസ്സുകളായിരിക്കും അല്ലെങ്കിൽ കാര്യങ്ങളായിരിക്കും ഓരോ ടോപ്പിക്കിലും നമ്മൾ കവർ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ടേംസിൻ്റെ മലയാളം മീനിങ് കൂടെ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് സഹകരണാത്മക പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് സഹവർത്തിത പഠനം. ഈ രണ്ട് ടേംസും കൂടെ നമ്മൾ പലപ്പോഴും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ നന്നായിട്ട് അതിന് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. എൻ്റെ കയ്യിലുള്ള ഒരു ടേബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ്റെ മാർഗ്ഗനിർദ്ദേശത്തിന് കീഴിലാണ് അല്ലെങ്കിൽ കീഴിൽ നടക്കുന്ന പഠനത്തെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ സഹകരണാത്മക പഠനം എന്ന് പറയുന്നത്. പക്ഷേ കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ സഹവർത്തിത പഠനം എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് അല്ല, മറിച്ച് എങ്ങനെയായിരിക്കും? സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിരിക്കും. കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ഒരു പ്രത്യേക ടാസ്കിനെ സബ് ടാസ്കുകളായിട്ട് മാറ്റുകയും ഓരോ ടാസ്കുകളും ഓരോ പെർട്ടിക്കുലർ ഗ്രൂപ്പിന് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ ടാസ്കുകൾ അല്ലെങ്കിൽ ഓരോ സബ് ടാസ്കുകളായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഗോൾസും ഓരോ ടീമിന് കിട്ടുന്ന ഗോൾസും എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. നേരെ മറിച്ച് കൊളാബറേറ്റീവ് ലേണിങ്ങിൽ കോമൺ ടാസ്കും കോമൺ ഗോൾസും ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു പഠന ലക്ഷ്യം മുൻനിർത്തി ഉത്തരവാദിത്തങ്ങൾ ടീം മെമ്പേഴ്സിനിടയിൽ വിഭജിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുക? കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുക. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ഒരു ടാസ്കിനെ സബ് ടാസ്കുകളായി തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഗോൾസ് ആയിരിക്കും. കൊളാബറേറ്റീവ് ലേണിങ്ങിൽ കോമൺ ടാസ്കുകളായതുകൊണ്ട് കോമൺ ഗോൾസും ആയിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ആയിരിക്കും. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിരിക്കും. അതുപോലെ കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ഒരു ടാസ്കിനെ സബ് ടാസ്കുകളായി തിരിക്കുകയും അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടാവുകയും ചെയ്യുന്നു. കൊളാബറേറ്റീവ് ലേണിങ്ങിൽ കോമൺ ടാസ്കുകളും കോമൺ ഗോൾസുമായിരിക്കും ഉണ്ടാവുക. കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു ടേബിൾ നോക്കിയിട്ടൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരുപാട് പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങൾക്കത് കൺഫ്യൂസ്ഡ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മിനിമം ഇത്രയും പോയിൻറ്റ്സ് എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി തുടർന്നുള്ള വീഡിയോയിലൂടെ പുതിയ ടോപ്പിക്സുമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ക്ലാസ്സുകൾ ഈ രീതിയിൽ തന്നെയാണോ പോവേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണോ എന്നുള്ളത് കൂടെ ഒന്ന് അറിയിക്കുക. Thanks for watching.